മാർച്ച് 27 മുതൽ എമ്പുരാനാണ് എങ്ങും ചർച്ച. പാർലമെൻറ്റിൽ വരെ അത് ചർച്ച ചെയ്യപ്പെട്ടു. സിനിമ ഇറങ്ങുമ്പം അതിനെതിരെ ഈ RSSന് എതിരായിട്ട് എന്തെങ്കിലും ഒരു അണുമണി തൂക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് അവരുടെ ഒരു സ്വഭാവമാണ്. അതിന് ഒരു പടം റീഎഡിറ്റിന് പോകാമെന്നൊക്കെ പറയുന്നത് വളരെ മോശം കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പടങ്ങൾ ഇപ്പം പത്താനൊക്കെ പിന്നെ നടിയുടെ വസ്ത്രം കാവ്യായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ആ പടത്തിന് ഇതിൻ്റെ റെക്കോർഡ് ഇതുവരെ തകർക്കപ്പെട്ടില്ല. അപ്പം ഒരു നായകൻ്റെ ഫാൻ ബേസ് തകരുന്നോ അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇല്ലാതാവുന്നോ ഒന്നും കരുതിയിട്ട് മോഹൻലാലൊക്കെ എസ്റ്റാബ്ലിഷ് ആയൊരു നായകനല്ലേ, പുതിയ ആളൊന്നുമല്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ടീം എതിർത്ത് വെച്ചിട്ട് പടം പൊട്ടൂല്ല. അതിനൊക്കെ പത്താൻ ഉദാഹരണമാണ്. അപ്പം പിന്നെ പ്രത്യേകിച്ചും എനിക്ക് മേജർ രവിയൊക്കെ ഇതിനെ എന്തുകൊണ്ട് ഈ പടത്തിനെതിരെ തിരിഞ്ഞെന്നുള്ളത് എനിക്ക് വ്യക്തമാണില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജൊക്കെ നിലപാട് പറയുന്ന ഒരാളാണ്. മുരളി ഗോപി അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മോഹൻലാൽ പിന്നെ പൊതുവെ മൗനം പാലിക്കുന്ന ഒരാളാണ്. ആ കണ്ടീഷനിൽ ഇവർക്ക് പറയാൻ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ലൂസിഫറിൽ തന്നെ ഇവർ ചെയ്തു വെച്ചൊരു ഡയലോഗുണ്ട്. മോഹൻലാലിൻ്റെ കഥാപാത്രം നമ്മുടെ സായികുമാറിൻ്റെ കഥാപാത്രത്തോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ. ആ ഡയലോഗ് ഞാൻ ഇവിടെ ആവർത്തിക്കണില്ല, നിങ്ങൾക്കൊക്കെ അറിയാം ആ ഡയലോഗ്. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളോട് ആ ഡയലോഗ് പറഞ്ഞാൽ മതിയായിരുന്നു പൃഥ്വിരാജിനും മുരളി ഗോപിക്കൊക്കെ എന്ന് ഒരു അഭിപ്രായം എനിക്ക്. എന്നാൽ കേരളത്തിലെ ജനത അവരെ ഒന്നുകൂടി നെഞ്ചോട് ചേർക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായിരുന്നാലും ഈ റീഎഡിറ്റിന് പോയി ഈ കലാപവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, പിന്നെ ഈ വില്ലൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പോലും മാറ്റപ്പെടുക, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ, പത്രത്തിൽ വന്ന ആ ഡേറ്റ് പോലും, എൻ്റെ തലക്കെട്ട് പോലും മാറ്റപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ ഭീകരമാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും എതിരെയുള്ള കടന്നാക്രമണമാണ്, അതിൻ്റെ ലംഘനമാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം പിന്നെ എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ലൂസിഫറിൻ്റെ അത്ര എന്നൊരു കഥക്ക് പഞ്ച് കിട്ടിയില്ല. പക്ഷേ പൃഥ്വിരാജ് വളരെ ഭംഗിയായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഇത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാള പടം ആണ് കാണുന്നത് നമുക്ക് കണ്ടാൽ തോന്നൂല, അത്രയും ഗംഭീരമായിട്ട് പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒട്ടുമിക്ക ആളുകളും പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും മേക്കിംഗ് അടിപൊളിയായിരുന്നു. പക്ഷേ ഈ എഡിറ്റിംഗ് സംഭവത്തിലേക്കും ഈ സിനിമയെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അത് കേരള ജനതയോട് പൃഥ്വിരാജും മുരളി ഗോപിയൊക്കെ ചെയ്ത ഒരു ക്രൂരതയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഭരണകൂട ഭീകരത ഇത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു കേരളത്തിലൊന്നും ബാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം ഭരണകൂട ഭീകരത നമ്മളെ എത്രത്തോളം പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം.